വെൽക്കം ബാക്ക് ടു മോർണിംഗ് വാക്ക്. അല്പസമയം മുമ്പ് ഞാൻ നോക്കിയിട്ട് അയ്യോ എന്ന് പറഞ്ഞ ആ വാർത്തയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇന്ന് വിവാഹിതനാകാനിരുന്ന വരൻ അല്ലെ, വരൻ വാഹനാപകടത്തിൽ മരിച്ചു എന്നുള്ള വാർത്തയാണ്. അതെ, പ്രതിശ്രുത വരൻ വാഹനാപകടത്തിൽ മരിച്ചു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വിവരമാണ് വരുന്നത്. നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണല്ലേ. ആ ഒരു വരനും സുഹൃത്തുമായി പോവുകയായിരുന്നു. കോട്ടയം കടപ്ലാമറ്റം സ്വദേശി ജിജോ ജിൻസനാണ് മരിച്ചത്. കുറവിലങ്ങാട് വെച്ച് ജിജോ സഞ്ചരിച്ച ബൈക്ക് ട്രാവലറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നത് ജോബി ജോൺസൺ ആണ്. ജോബി, ഗുഡ് മോർണിംഗ്. വളരെ ദാരുണമായ സംഭവമാണ്. നമുക്കറിയാം, ആഘോഷത്തിമിർപ്പിലാകേണ്ട രണ്ട് വീടുകൾ, അവരുടെ ബന്ധുക്കൾ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ടോബി ജോൺസൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ടോബി, എന്താണ് സംഭവിച്ചത്? ക്രിസ്റ്റീന, പ്രവിത, ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു ഈ സംഭവം നടന്നത്. ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ജിജോമോന്റെ വിവാഹമായിരുന്നു ഇന്ന്. അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള യാത്രക്കിടയിലാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വിവാഹ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോഴായിരുന്നു ഈ അപകടം. കുറവിലങ്ങാട് കാളികാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം ഉണ്ടായത്. ഒരു വാനുമായി ഇവരുടെ ബൈക്ക് കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഈ റോഡിലേക്ക് തെറിച്ചു വീണ ജിജോയെയും അതുപോലെ തന്നെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. ആ രണ്ടുപേരെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക്, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നാട്ടുകാർ എത്തിച്ചുവെങ്കിലും ജിജോയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വയലാർ സ്വദേശി അജിത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഏറെ ദുഃഖിപ്പിക്കുന്നത്, ഇന്ന് ഒരു വിവാഹമായിരുന്നു. ഇന്നൊരു പള്ളിയിൽ, ഇലക്കാട് പള്ളിയിൽ ഇദ്ദേഹത്തിന്റെ വിവാഹം നടക്കാനിരിക്കുന്നതിന് മുമ്പാണ്, തൊട്ടു മുമ്പാണ്, മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്നുള്ള ഒരു വലിയ ദുഃഖ വാർത്തയാണ് ഇന്ന് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ച് വരുന്നുണ്ട്. ക്രിസ്റ്റീന, പ്രവിത. ശരി, ടോബി ജോൺസൺ ആണ് അവതരിപ്പിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി നമുക്ക് ഗസയിൽ നിന്ന് ഒരു സമാധാന വാർത്ത വരുന്നുണ്ട്. അവിടെ വെടിനിർത്തലിന്റെ മൂന്നാം ഘട്ടം ഇന്ന് നടക്കുകയാണ്. ബന്ദികളാക്കപ്പെട്ട 8 പേരെയാണ് ഹമാസ് ഇന്ന് മോചിപ്പിക്കുക. പകരം 30 കുട്ടികളടക്കം 100 പാലസ്തീനി തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കും. ഹമാസ് കൈമാറുന്ന ബന്ദികളിൽ 5 തായ് പൗരന്മാരും 3 ഇസ്രായേൽ പൗരന്മാരുമാണ് ഉള്ളത്. ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞാണ് ബന്ദി കൈമാറ്റം ഉണ്ടാക്കുക. അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 10 പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരുന്നുണ്ട്. കൃഷ്ണ നേരത്തെ ടോബി എന്ന് പറഞ്ഞപ്പോ അറിയാതെ ജോബി, അത് ഒന്നാമത്തെ ടോബിയുടെ പേരിന്റെ ഒരു ഇതാണ്, ടോബി ജോൺസൺ. ഇപ്പൊ ജോബി ജോൺസൺ എന്നായി. പക്ഷെ ടോബി അതിന് പകരം പ്രവിത ക്രിസ്റ്റീന എന്നും പറഞ്ഞു, എന്നെ വിളിച്ചില്ല. നമുക്ക് ചില നിർണായക സന്ദർഭങ്ങളിൽ നാക്കുപിഴ സംഭവിക്കാത്തവരാരാണുള്ളത്. നിർണായക സംഭവം അതെ, എനിക്ക് ഇങ്ങനെയുള്ള വാർത്ത ടെൻഷൻ വന്നപ്പോൾ. ശരിയാണ്, രാവിലെ തന്നെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഇന്ന് വിവാഹം നടക്കേണ്ട വരനാണ് വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നു. തീർച്ചയായിട്ടും അത്തരം വാർത്തകൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ട്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. തിരുവായിരാണിക്കുളത്താണ്, ആലുവയിലാണ്. ആലുവയ്ക്ക് അടുത്തുള്ള ദേശം കഴിഞ്ഞ് ചൊവ്വര തിരുവായിരാണിക്കുളം അമ്പലത്തിന്റെ അടുത്ത് തന്നെയുള്ള കൈലാസം വെൽനസ് പാർക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് പേര് രാവിലെ തന്നെ വന്നിരിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്ര നേരത്തെ ഇവരെല്ലാം എഴുന്നേറ്റ് ആ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക. ഇതാണോ വ്യായാമം? ഇതൊരു വ്യായാമമാണ്, കൈയും ഒക്കെ ഉപയോഗിച്ച്. അല്ല, ഇങ്ങനെ വ്യായാമം ചെയ്യാം. പക്ഷെ ഇവിടെ യോഗ ചെയ്യുന്നവരുണ്ട്, നടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ നടപ്പിനിടയിലാണ് അവർ വന്ന് ഊഞ്ഞാലാടുന്നത്. ഊഞ്ഞാലൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് പഴയ സ്മരണകളിലേക്കൊക്കെയാണ്. അതെ അതെ. അപ്പോ നമ്മള് എന്താണ് ഇവിടെ ഈ പാർക്കിൽ എല്ലാ ദിവസവും നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതൊന്ന് നമ്മുടെ പ്രേക്ഷകരോട്. ഇവിടുത്തെ ഒരു എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇത് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് ഒരു 7:30 ആകുമ്പോൾ എല്ലാവരും പോകും. 8 മണി വരെ എല്ലാവരും ഉണ്ടാവും. അതിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. നടക്കൽ 6 മണിക്കുള്ളിൽ വരും. എന്നിട്ട് അവിടെ കൂട്ടായ്മയായിട്ട് എല്ലാവരും ഒരു ഫോട്ടോ കൊടുക്കും. അത് ഞങ്ങൾ വാട്സപ്പിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഡെയിലി ഉണ്ടാവുന്ന സംഭവമാണ്. അതിലാണ് ഞങ്ങൾക്ക് സന്തോഷം. കൊതിപ്പിക്കുക അല്ലേ? ഓ, നല്ല തണുപ്പുണ്ട്. അബ്ദു. നിങ്ങൾ എത്ര പേരുണ്ടാവും ഏകദേശം? ഞങ്ങളൊരു 100 ഉണ്ടാവും. നിങ്ങളുടെ യൂണിഫോം എന്താ പറയുന്നത്? ചേട്ടനാണോ പറയാൻ പോണേ? ചേട്ടൻ പേരെന്താ? മുഹമ്മദ് അലി. പിന്നെ ഒരുപാട് പേരുണ്ടല്ലേ, എല്ലാവരെയും കൂടെ പേര് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. ചേട്ടൻ
ചേട്ടൻ എത്ര നാളായി? ഞാൻ മൊത്തത്തിൽ ഒരു 15 വർഷത്തിൽ കൂടുതലായി വരുന്നു. ഇവിടെ ഒരു 6 മാസമായി ഞങ്ങൾ ഈ ഗ്രൗണ്ട് പ്രിപ്പയർ ആയിട്ട്. അന്ന് മുതൽ ഇത്രയും പേരെല്ലാവരും ഞങ്ങൾ ഗ്രൂപ്പിൽ 100 പേരുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പുണ്ട്, തിരുവാനിക്കുളം റണ്ണേഴ്സ് ക്ലബിൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ എല്ലാവരും വരും. പിന്നെ ജോഗേഴ്സ് ആൻഡ് റണ്ണേഴ്സ് കഴിഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യും. പിന്നെ ചെറിയ ഡാൻസുകളൊക്കെ ചെയ്യും എല്ലാവരും. നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡാൻസ് ചെയ്യണം. നമ്മുടെ ഇതിന്റെ മുതലാളി പ്രസൂൺ എവിടെ? ഓടിയോ ഓടിയോ പറയൂ മുതലാളി. ക്യാമറ ഇവിടെ വരല്ലേ? അതെ. എന്താ അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു വെൽനസ് പാർക്ക് ഇത്രയധികം പേരെ ഇവിടെ കൂട്ടായ്മയോടെ കൊണ്ടുവരുന്നു. ഇവരൊക്കെ ഫോട്ടോ എടുക്കുന്നു, എക്സർസൈസ് ചെയ്യുന്നു, ആൾക്കാരെയൊക്കെ കൊതിപ്പിക്കുന്നു, അവരെയും പ്രചോദിപ്പിക്കുന്നു. പറയൂ. നമ്മളിത് സാധാരണ ഈ നടതുറപ്പ് സമയത്ത് പാർക്കിങ്ങിന് വേണ്ടിയാണ് ഈ ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടച്ചിടാറാണ് പതിവ്. അപ്പോൾ അതിനുശേഷമാണ് നമുക്കൊരു ഐഡിയ അങ്ങനെ തോന്നിയത്, ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഇത് ഉപയോഗിക്കണം എന്നുള്ളൊരു ചിന്തയെന്നാണ് ഇത് പാർക്കായിട്ട് രൂപം കൊടുത്ത്. ഇനി നമ്മളിവിടെ രാവിലെയും വൈകുന്നേരവും നടക്കാനുള്ള സൗകര്യമാണ് പ്രധാനമായിട്ടുള്ളത്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അടുത്ത് തന്നെ ഒരു ഓപ്പൺ ജിമ്മ് ഈ വർഷത്തെ പ്രൊജക്റ്റിൽ വരും. പിന്നെ ഒരു റേഡിയോ കോർണർ ഉണ്ട്. കൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായിട്ട് നടക്കാൻ വേണ്ടി CCTV ക്യാമറകൾ, ടോയ്ലറ്റ് സൗകര്യം എല്ലാം ചേർന്നിട്ടുള്ളൊരു പദ്ധതിയാണ്. അടിപൊളി, നന്നായിട്ട്. അവരുടെ കളിക്കാൻ പറ്റുമോ? വൈകുന്നേരങ്ങളിൽ ഡാൻസ് ഒന്ന് പെട്ടെന്ന് കളിക്കാൻ പറ്റും. ഡാൻസ്, സൂംബ, നിങ്ങളുടെ മ്യൂസിക് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ചുറ്റും ഒരു മനുഷ്യ വലയമാണിപ്പം. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന, വെൽനസിൽ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യ വലയം. മോനെ ഇത് വന്നേ. കണ്ടോ, ഇവരൊക്കെ ചിരിക്കുന്നോണ്ട് പേര് കേട്ടിരുന്നോണ്ട് പറ. മുഹമ്മദ് ലുബാബ്. മുഹമ്മദ് ലുബാബ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 4. ഏത് സ്കൂളിലാ? ബെസ്റ്റ് ഫ്രണ്ട് ആരാ? മുഫീദ് നടക്കാൻ പോവോ? ഇല്ല. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകണം മുഫീദ് എന്നൊന്ന് പറഞ്ഞേ. രാവിലെ എണീച്ച് നടക്കാൻ പോണം മുഫീദ്. അതാണ് സന്ദേശം. നടക്കാൻ പോകാറുണ്ടോടാ? സത്യം പറഞ്ഞ ഇല്ലല്ലോ. ആരാണ് ഗായകൻ? ഓടിവാ പെട്ടെന്ന് വേണം. ആലിലത്താലിയുമായി വരു നീ തിങ്കളേ ഇതിലേ ആവണിപ്പൊയ്കയിൽ നാണമൂലും ആമ്പലോ വധുവായി അരികെ മാനത്തായി മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലിയും ഒരു മാനത്തായി മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലിയും ഒരു മാംഗല്യം രാവിൽ ആലിലത്താലിയുമായി വരു നീ തിങ്കളേ ഇതിലേ ആ സംഗതികളൊക്കെ എന്ത് ക്ലീനായിട്ടാണ്. പക്ഷേ ഒരു കാര്യം പറ്റി, ഇതിനെ എങ്ങനെ താളം പിടിക്കുന്നുള്ളൂ. അപ്പൊ അവിടെ ഇവിടെ അപ്പൊ എന്തായാലും നല്ല പാട്ട്, സന്തോഷം നിങ്ങളെയൊക്കെ കണ്ടതിൽ. അപ്പോ നമ്മളുടെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് എന്റെ ആരോഗ്യം, എന്റെ മാനസിക ശാരീരിക ആരോഗ്യം ആരുടെ ഉത്തരവാദിത്വം? എന്റെ ഉത്തരവാദിത്വം. അപ്പൊ അത് നമുക്കൊന്ന് പറഞ്ഞാലോ? എന്റെ മാനസിക ശാരീരിക ആരോഗ്യം എന്റെ മാത്രം ഉത്തരവാദിത്വം. അപ്പോ താങ്ക് യു സോ മച്ച്. നമുക്ക് വാർത്തകളിലേക്ക് കൂടെ പോകണം. കേന്ദ്ര ബജറ്റിന്റെ സമയമാണ്. ബജറ്റൊക്കെ കാണണം കേട്ടോ, എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്നൊക്കെ നോക്കണം. അപ്പൊ നമുക്ക് വലിയ സന്തോഷം. ഈ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ ഇവരെ ഒരുമിച്ച് ഈ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി അടുത്ത വാർത്തകളിലേക്ക് ഞങ്ങൾ വാർത്ത പറഞ്ഞു വരുമ്പോഴത്തേക്ക് സുംബൈക്ക് റെഡി ആയിക്കോ. പോവാം. നമുക്ക് കേന്ദ്ര ബജറ്റ് വാർത്തകളിലേക്ക് കൂടെ പോകണം. ബജറ്റ് വാർത്തകൾ. അപ്പോൾ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ രാജ്യമുറ്റു നോക്കുന്ന 2 സുപ്രധാന മേഖലകളാണ് പ്രതിരോധവും റെയിൽവേയും. ഈ മേഖലകൾക്കായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്താകും കാത്തുവെക്കുക? പ്രതീക്ഷയോടെയാണ് ഇരുമേഖലയും ഈ ബജറ്റിനെ കാണുന്നത്. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ രാജ്യത്തെ പ്രതിരോധ മേഖലയ്ക്കായി GDP-യുടെ 2% വരെ മാറ്റിവെക്കുമെന്നാണ് വിലയിരുത്തൽ. 2024-25 സാമ്പത്തിക വർഷം 6.22 ലക്ഷം കോടി രൂപയായിരുന്നു പ്രതിരോധ ബജറ്റ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായാണ് കഴിഞ്ഞ കുറെ കാലമായി പ്രതിരോധ മേഖലയ്ക്കായി കൂടുതൽ തുക മാറ്റിവെക്കുന്നത്. പ്രതിരോധ മേഖലയുടെ വേഗത്തിലുള്ള വളർച്ചയ്ക്കായി മാറ്റിവെക്കുന്ന വിഹിതം GDP-യുടെ 2.5% ഉയർത്തണമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്കായി രാജ്യത്തിനകത്ത് കൂടുതൽ ആയുധ നിർമ്മാണശാലകൾ വേണം.
2025 ബജറ്റിൽ ഇതിനായി പ്രത്യേക പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. റെയിൽവേ ബജറ്റിൽ യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിനായും സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനായും പ്രത്യേക പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് വിവരം. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സമീപകാലത്ത് നിരവധി ട്രെയിൻ അപകടങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് കൂടുതൽ ശ്രദ്ധ ഈ മേഖലയിലേക്ക് ചെലുത്തേണ്ടി വരുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം വിവിധ സുരക്ഷാ പദ്ധതികൾക്കായി മാത്രം 1.8 ലക്ഷം കോടിയാണ് റെയിൽവേ ചെലവഴിക്കുന്നത്. ഡബിൾ ഡെക്കർ ട്രെയിനുകൾ കൂടുതലായി നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണവും ഈ ബജറ്റിൽ വകയിരുത്തും. കൂടുതൽ നമോ ഭാരത്, വന്ദേ ഭാരത് ഹൈസ്പീഡ് ട്രെയിനുകൾക്കായും അതിവേഗ റെയിൽ കണക്ടിവിറ്റിക്കായും പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതിർത്തി കടന്നുള്ള ഭീകരവാദവും ട്രെയിൻ അപകടങ്ങളുമാണ് പ്രധാന വെല്ലുവിളികൾ. ഇത് തടയാനായി പ്രതിരോധ റെയിൽ മേഖലകൾ കൂടുതൽ ശക്തിയാർജിക്കേണ്ടതുണ്ട്. ഈ മേഖലകൾക്ക് മുൻതൂക്കം നൽകി സ്വയം പര്യാപ്തത വേഗത്തിൽ കൈവരിക്കുവാനുള്ള പ്രത്യേക പദ്ധതികൾ ഈ ബജറ്റിൽ ഉണ്ടാകാനാണ് സാധ്യത. ആർ അച്യുതൻ, 24 ഡൽഹി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നടന്ന് ക്ഷീണിച്ച് എന്ന് പറയില്ല, ക്ഷീണിച്ചിട്ടൊന്നുമില്ല, നല്ല പോസിറ്റീവ് എനർജിയാണ്. പക്ഷെ പെട്ടെന്ന് കുട്ടിക്കാല ഓർമ്മകളിലേക്ക്, ഓണത്തിന്റെ ഓർമ്മകളിലേക്ക്, ഊഞ്ഞാലിലേക്കൊന്ന് പോയതാണ്. ഇനി അടുത്ത വാർത്ത ഊഞ്ഞാലിലിരുന്ന് വായിച്ചാലോ? ഊഞ്ഞാലിലിരുന്ന് വായിക്കാം. അത് ഇപ്പോഴാണെങ്കിൽ രാവിലെ നല്ല തണുപ്പുണ്ട് ഇവിടെ, പകലൊക്കെ നല്ല ചൂടാണ്, നമുക്കറിയാലോ. അപ്പൊ കാലാവസ്ഥ എങ്ങനെയാണ്? താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. സമയം കഴിയുമ്പോൾ ഇതായിരിക്കില്ല അവസ്ഥ. സംസ്ഥാനത്ത് ഇന്നും പകൽ താപനില ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മലബാറിലുള്ളവർ സൂക്ഷിക്കുക കേട്ടോ. ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വടക്കൻ കേരളത്തിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത. ഇന്നത്തെ രാജ്യത്തെ ഉയർന്ന ചൂട് കണ്ണൂർ വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 36.8 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ണൂർ വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ ചൂട്. അതേസമയം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കരുതലോടെ ഇരിക്കുക, ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്. കൃഷ്ണ, ചൂട് കൂടുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉച്ചസമയത്ത്, നട്ടുച്ച സമയത്ത് ഡയറക്റ്റ് സൺലൈറ്റിൽ പോകാതിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഈ ജോലി ചെയ്യുന്നവർ, അതായത് സൂര്യന് കീഴിൽ നിന്ന് നിർമ്മാണ തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്നവർ, ആ സമയത്ത് അവർക്ക് ബ്രേക്ക് കൊടുക്കണം. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെ. അപ്പോൾ എല്ലാ വ്യക്തികളും, പ്രത്യേകിച്ച് മലബാറിലുള്ളവർ, 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് പറയുന്നത്. അടുത്ത വാർത്തയിലേക്ക് പോയാലോ? അത് ഒരു ഓൾ പാർട്ടി മീറ്റിംഗിനെ കുറിച്ചുള്ള വാർത്തയാണ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സഹകരണം തേടാനാണ് സർക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ യോഗം വിളിച്ചത്. കഴിഞ്ഞ 2 സമ്മേളനങ്ങളും ഭരണ പ്രതിപക്ഷ നിരകൾ തമ്മിലുള്ള കടുത്ത ഏറ്റുമുട്ടലിന് സാക്ഷ്യം വഹിച്ചിരുന്നു. പ്രതിപക്ഷം കടുത്ത എതിർപ്പ് ഉയർത്തിയിട്ടുള്ള വഖഫ് നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ളവ പാർലമെന്റിൽ എത്താനിരിക്കുമ്പോഴാണ് ഇന്നത്തെ സർവകക്ഷി യോഗം നടക്കുക എന്നതും ശ്രദ്ധേയമാണ്. നാളെ ലോക്സഭാ ചേംബറിൽ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തുന്ന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശനിയാഴ്ചയാണ് ബജറ്റ് അവതരിപ്പിക്കുക. തിങ്കളാഴ്ച രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലെ നന്ദി പ്രമേയം ലോക്സഭയും രാജ്യസഭയും ചർച്ച ചെയ്യുകയും ചെയ്യും. അതൊക്കെയാണ് വാർത്തകൾ. രണ്ടുപേരും കൂടെ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞിറങ്ങിയിട്ട് ഊഞ്ഞാലിലിരുന്ന് ആടുകയാണ്. അപ്പോൾ നടന്നുകൊണ്ട് തന്നെ ബാക്കി വാർത്തകൾ നമുക്ക് വായിക്കാം. ഇവരുടെ എക്സർസൈസിലേക്കൊക്കെ പോവുകയാണ്. ഇനി അടുത്ത വാർത്ത, ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കുമെന്നതാണ്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. നേരത്തെ 2 തവണ കേസ് മാറ്റിവെച്ചിരുന്നു. മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നതുവരെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യരുതെന്ന കോടതി നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ തവണ കോടതി കേസ് പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കിയിരുന്നു. ഇന്ന് വിശദമായ വാദം നടക്കാൻ സാധ്യതയുണ്ട്. യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്തത്. അപ്പൊ അങ്ങനെ നേരം വരുന്നു. സമയം 6 മണി കഴിഞ്ഞ് മാറി തുടങ്ങി. സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റായി. നമ്മുടെ പ്രേക്ഷകരൊക്കെ കമന്റ്സ് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് KJ തോമസ് കുറെ പേരുടെ പേരിട്ടിട്ടുണ്ട്. നിഷ, ലേഖ, ജയൻ, മിനി, ബാബു, അസ്മ ബി, രമേശ്, സുഖു, എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നുണ്ട്. ഹരിഗോവിന്ദന്റെ, നിങ്ങൾ രണ്ടുപേരും ഊഞ്ഞാലിലിരിക്കുമ്പോൾ ഞാനൊരു പാട്ട് ഓർക്കുന്നു. ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ലപ്പൈങ്കിളി. ആ പാട്ട് ഓർക്കുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. കുറെ ഓർമ്മകളുണ്ട്. ഞാൻ എന്തോ അന്ന് ജനിച്ചിട്ടില്ലേ ചേച്ചി. മനോജ് ലാൽ, സജി തോമസ്, മധു, സീന മുഹമ്മദ്, രമേശ്, വിഷ്ണു,
അപ്പൊ ഊഞ്ഞാലാടാൻ നല്ല സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നല്ല നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് നമ്മൾ ഇനി ഇത് കഴിഞ്ഞ് വാർത്ത വായിച്ചു കഴിഞ്ഞ് സ്ക്രീൻ വരും, അപ്പൊ ഞങ്ങള് ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ ഊഞ്ഞാലാടും ഉറപ്പായിട്ടും. കുറെ പേര് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്, അവരോടൊക്കെ കുറെ സംസാരിച്ച് അങ്ങനെയാ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം. തിരുവനന്തപുരം നെട്ടയത്ത് സ്കൂൾ ബസ്സിനുള്ളിൽ വെച്ച് കുത്തേറ്റ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരം എന്ന വാർത്ത വരുന്നുണ്ട്. 2 മുറിവുകളും ആഴത്തിലുള്ളതല്ല. ആക്രമണം നടത്തിയ +1 വിദ്യാർത്ഥിയെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ വൈകിട്ടാണ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകവേ സ്കൂൾ ബസ്സിൽ വെച്ച് 9ാം ക്ലാസ്സുകാരന് കുത്തേറ്റത്. തലയ്ക്ക് പിറകിലും മുഖത്ത് കവിളത്തുമാണ് കുത്തേറ്റത്. 2ഉം ആഴമുള്ള മുറിവുകളല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദ്യാർത്ഥി 24 മണിക്കൂർ ഒബ്സർവേഷനിൽ തുടരുകയാണ്. പരിക്ക് ഗുരുതരമല്ലെന്നും ഡിസ്ചാർജ് ചെയ്യുന്നത് നാളെ തീരുമാനിക്കുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. ബസ്സിനുള്ളിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെയാണ് +1 വിദ്യാർത്ഥി 9ാം ക്ലാസ്സുകാരനെ കുത്തിയത്. ബയോളജി ലാബിലെ ആവശ്യത്തിന് കൊണ്ടുവന്ന കത്തി ഉപയോഗിച്ചായിരുന്നു കുത്തിയത്. 9ാം ക്ലാസ്സുകാരനെ ആദ്യം പേരൂർക്കട ജില്ലാ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചികിത്സ നൽകി. +1 വിദ്യാർത്ഥിയെ ഇന്നലെ തന്നെ വട്ടിയൂർക്കാവ് പോലീസ് പിടികൂടിയിരുന്നു. 24 തിരുവനന്തപുരം. അപ്പൊ ഇനി അടുത്ത വാർത്ത ഡൽഹിയിൽ നിന്നാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് ഖലിസ്ഥാൻ നേതാവ് ഗുർപത്വന്ത് സിംഗ് പന്നുവിന്റെ ഭീഷണി സന്ദേശം ലഭിച്ചതായി കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ 22-ന് രാജ്നാഥ് സിംഗിന്റെ വസതിയിലെ ലാൻഡ് ലൈനിലാണ് സന്ദേശം ലഭിച്ചത്. UAPA ട്രൈബ്യൂണലിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. ബൽറാം, ഈ ഖലിസ്ഥാൻ കനഡയുമായിട്ടുള്ള ബന്ധം വഷളാവുന്നതിന് തന്നെ കാരണം ഇത്തരം പ്രശ്നങ്ങളായിരുന്നു. ഇതിപ്പോൾ എന്താണ് ഈ ഒരു ഭീഷണി സന്ദേശത്തിന്റെ ഉള്ളടക്കം? സ്മിത, ഈ ഖലിസ്ഥാൻ നേതാവ് ഗുർപത്വന്ത് സിംഗ് പന്നുവിന്റെ ഭാഗത്തു നിന്നും ഭീഷണി സന്ദേശം നിരവധി പാർലമെന്റ് അംഗങ്ങൾക്ക് ലഭിച്ചതായി നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. ഡൽഹി പോലീസിന് ഔദ്യോഗികമായി തന്നെ ഇത്തരത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് തന്നെ ഇത്തരത്തിൽ ഖലിസ്ഥാൻ നേതാവ് ഗുർപത്വന്ത് സിംഗ് പന്നുവിന്റെ ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നതായാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 22-ന് പ്രതിരോധ മന്ത്രിയുടെ വസതിയിലെ ലാൻഡ് ലൈനിലാണ് ഈ സന്ദേശം ലഭിച്ചത്. റെക്കോർഡ് ചെയ്ത വോയിസ് നോട്ടായാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത് എന്നായിരുന്നു ഈ സന്ദേശത്തിന്റെ ഉള്ളടക്കം എന്നുള്ളത്. അന്താരാഷ്ട്ര നമ്പറിൽ നിന്നാണ് ഈ സന്ദേശം ലഭിച്ചതെന്നും ഇന്റർപോളിന്റെ സഹായത്തോടെ ഉപഭോക്താവിനെ തിരിച്ചറിയാനുള്ള ശ്രമം നടന്നുവരുന്നതായും കേന്ദ്രം UAPA ട്രൈബ്യൂണൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഖലിസ്ഥാൻ അനുകൂല സംഘടനയായ പന്നുവിന്റെ നേതൃത്വത്തിലുള്ള സിഖ് ഫോർ ജസ്റ്റിസ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ, കാനഡ, USA എന്നിവിടങ്ങളിൽ സന്ദർശിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖർക്കെതിരെ അടിസ്ഥാനരഹിതമായ കേസുകൾ ഫയൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നും ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന രീതിയിലാണ് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയുടെ വീട്ടിലേക്ക്, ലാൻഡ് ലൈനിലേക്ക് ഈ ഒരു ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഒരൊറ്റ മിനിറ്റിൽ ഇതിന്റെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും എവിടെ ഓടുക പറഞ്ഞു. രാവിലെ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഈ വെൽനസ് പാർക്ക് വളരെ അധികം പേര് ഉപയോഗിക്കുന്നുണ്ട്. ഈ നാട്ടിലാർക്ക് മാത്രമല്ല, ഒരു 10-15 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ തന്നെ എല്ലാവരും ഇത് വിനിയോഗിക്കുന്നുണ്ട്. അത് ട്രസ്റ്റിന് അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമുണ്ട്. ഇനി സെക്രട്ടറി, പ്രസിഡന്റ്. നമ്മൾ ഈ വെൽനസ് പാർക്ക് തുടങ്ങാൻ തന്നെ കാരണം ഈ സമീപ പ്രദേശത്തെ ആൾക്കാർക്ക് വ്യായാമക്കുറവുണ്ട് എന്നുള്ളത് കമ്മിറ്റി കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കിത് തുടങ്ങിയാൽ ഈ സമീപ പ്രദേശത്തുള്ള മറ്റ് തൊട്ടടുത്തുള്ള പഞ്ചായത്ത് ശ്രീമൂലരം പഞ്ചായത്ത്, കാഞ്ഞൂർ പഞ്ചായത്ത്, മാറമ്പള്ളി പഞ്ചായത്താണ്, വാഴക്കുളം പഞ്ചായത്ത്. അപ്പോൾ അവിടെയുള്ള എല്ലാ സഹോദരന്മാർക്കും ഇവിടെ വന്ന് യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഇത്ര സ്ഥലം കിട്ടുന്ന ഈ പ്രദേശത്ത് വേറൊരു സ്ഥലമില്ല. അപ്പോൾ ക്ഷേത്ര ട്രസ്റ്റ് അത് അവർക്ക് വേണ്ടി തുറന്നു കൊടുത്ത എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. ഇവിടെ നമ്മൾ ഇനിയിപ്പോൾ ഒരു ഓപ്പൺ ജിമ്മും കൂടെ തുടങ്ങും. അതോടുകൂടി ഈ പ്രദേശത്ത് വ്യായാമത്തിന്റെ ഒരു കേദാരം ഭൂമിയായി മാറും എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പൊ അത് തന്നെയാണ് ഈ നാട്ടുകാരുടെ സമീപ പഞ്ചായത്തുകളിലെ ഉള്ളവരുടെയൊക്കെ ദുർമേധസ് കുറയ്ക്കുക എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടി ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ പലർക്കും ഉണ്ട്. അതിന്റെ പ്രധാന കാരണം ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ്, വ്യായാമമില്ലായ്മ, തെറ്റായ ഭക്ഷണ രീതി. ഇത് രണ്ടുമാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുക. ഒരുപാട് പേരുണ്ട്. ഇന്നിപ്പോ മോർണിംഗ് വാക്ക് ഉള്ളതുകൊണ്ടാണ് ഇവർ വന്നതെന്ന് എനിക്ക് അറിയില്ല. എല്ലാ ദിവസവും ഇവര് നല്ല കുട്ടികളാണ്. ഇവരെല്ലാ ദിവസവും വരുന്നവരാണ്. ചേട്ടൻ വരും, എനിക്കറിയാം. ചേട്ടൻ എനിക്ക് വിശ്വാസം. അതെ അല്ലേ? ചേട്ടന്മാരൊക്കെ എല്ലാം ആക്റ്റീവ് ആട്ടോ. അടിപൊളി.
അപ്പൊ ശരി, നമുക്ക് ഇനി ഫുട്ടേജിലേക്ക് പോകണം. നമ്മളൊരു സഭാതർക്കത്തിന്റെ വാർത്തയിലേക്കാണ് പോകുന്നത്. ഓർത്തഡോക്സ് യാക്കോബായ സഭ പള്ളിത്തർക്ക കേസിൽ സുപ്രീം കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കും. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച സുപ്രീം കോടതി സഭാംഗങ്ങളുടെ കണക്കെടുക്കരുത് എന്ന ഓർത്തഡോക്സ് സഭയുടെ ആവശ്യം തള്ളിയിരുന്നു. പ്രശ്നപരിഹാരത്തിനായി ചില സംശയങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രമാണ് കണക്ക് ആവശ്യപ്പെട്ടതെന്നും സുപ്രീം കോടതി അറിയിച്ചു. കണക്കെടുത്ത വിവരം മുദ്രവച്ച കവറിൽ നൽകാനായിരുന്നു സംസ്ഥാനത്തിന് സുപ്രീം കോടതി നൽകിയിരുന്ന നിർദ്ദേശം. അപ്പോൾ സമയത്രയായി 6 മണി കഴിഞ്ഞ് 51 മിനിറ്റായി. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മിനി ബാബു, ഷാനി പി. അപ്പൊ ഷാനി പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എന്റെ ചിന്തകൾ മാറ്റാൻ തീരുമാനിച്ചു. ഒരാളെങ്കിലും അത് തീരുമാനിച്ചാൽ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ ഉദ്ദേശവും അത് മാത്രമേ ഉള്ളൂ. ചിലർ പറയുമല്ലോ, നിങ്ങളുടെ ചിന്തകളാണ്. നമ്മൾ ഈ കുളിക്കാനൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കറിക്കരിയുമ്പോൾ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സ് നമ്മൾ ശ്രദ്ധിച്ചറിയാം. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും. ആ സംസാരം പോസിറ്റീവാക്കി മാറ്റാൻ ശ്രമിക്കുക, മനഃപൂർവ്വമായ ശ്രമം നടത്തുക, തീർച്ചയായിട്ടും ഫലം ചെയ്യും. അതെ. അപ്പൊ നമ്മുടെ നസീമ കെ എന്ന് വാർത്ത വെക്കാൻ വൈകി എന്ന് പറയുന്നത്, വൈകരുത് കേട്ടോ, സമയത്തിനൊക്കെ വരണേ. മുസ്തഫ ബുഷ്ര, ഷഫീർ മണ്ണാർക്കാട്. എവിടെയായിരുന്നു? കുറെ ദിവസം ആയല്ലോ കണ്ടിട്ട് എന്ന് ഞാൻ ചോദിക്കുകയാണ് ഷഫീർ മണ്ണാർക്കാടിനെ. ഞാൻ അല്ലല്ല, ഷീന ജോൺ, സുലൈമാൻ അബ്ദുൽ ഖാദർ, മോഹനൻ, ചാക്കോച്ചൻ. ഇന്ന് ഇവിടെയാണ് രണ്ടുപേരും. നമ്മൾ തിരുവൈരാണിക്കുളം പറഞ്ഞല്ലോ, അപ്പൊ നേരത്തെ വന്നില്ല കേട്ടോ. ലിജി ജോസ്, കെ ജെ തോമസ്, ഇന്ത്യൻ പൗരൻ, സുനിൽ അലക്സാണ്ടർ, വസന്തകുമാരി, നിഷ, ബിന്ദു പി നായർ, മുഹമ്മദ് മൊഹസിൻ, സിത്താര, ലക്ഷ്മി ജി, രമേഷ്, അനീഷ് എൻ വി, ബിജു വർഗീസ്, ചന്ദ്രബാബു. ബ്രേക്കാണ് എന്ന് പറയുന്നത് കൊണ്ട് എബ്രഹാം തോമസ്. മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സത്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വെരി വെരി ഗുഡ് മോർണിംഗ്, സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ രാവിലെ ഇങ്ങനെ നടന്ന് വാർത്ത വെറുതെ എല്ലാ ദിവസവും മോർണിംഗ് വാക്കിന് ജിൽ ജിൽ എന്ന് ഞാൻ രാവിലെ, അതായത് എന്റെ ഇപ്പോഴത്തെ ഒരു എന്നെ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽപ്പിക്കുന്ന ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോർണിംഗ് വാക്കാണ്. അപ്പൊ എല്ലാവർക്കും ജീവിതത്തിൽ അങ്ങനെ ഒരു ഭംഗിയുള്ള പർപ്പസ് ഉണ്ടെങ്കിൽ നമ്മളങ്ങ് ജമ്പ് ചെയ്ത് പറയാതെ നമുക്കൊരു സീരിയസ് വാർത്തയിലേക്ക് പോകാം. ബസ് ടെർമിനലിനും ഷോപ്പിംഗ് കോംപ്ലക്സിനുമായി കൊല്ലം കോർപ്പറേഷൻ 25 വർഷം മുമ്പ് വാങ്ങിയ സ്ഥലം അനാഥാവസ്ഥയിലാണ്. കോർപ്പറേഷൻ കരം ഒടുക്കുന്ന ഭൂമിയിൽ എത്താനുള്ള വഴിയാണെങ്കിലോ സ്വകാര്യ വ്യക്തികൾ കൈമാറിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ഭരണസമിതി പദ്ധതി അട്ടിമറിച്ചു എന്ന ആരോപണവും ഉയരുന്നുണ്ട്. കൊല്ലം കോർപ്പറേഷന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ബസ് ടെർമിനലും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ റെയിൽവേ സ്റ്റേഷന് മുൻഭാഗത്ത് റെയിൽവേയുടെ തന്നെ 3.25 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു. റെയിൽവേക്ക് ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ പകരം അനുയോജ്യമായ സ്ഥലം കോർപ്പറേഷൻ വിട്ടു നൽകാമെന്നായിരുന്നു ധാരണ. ഇതിനായി വ്യവസായി രവീന്ദ്രനാഥൻ നായരുടെ 1 ഏക്കർ 46 സെന്റ് ഭൂമി ഉൾപ്പെടെ 3 സ്വകാര്യ ഭൂമികൾ കോർപ്പറേഷൻ കണ്ടെത്തി. ഇവിടെ ക്വാർട്ടേഴ്സുകൾ നിർമ്മിക്കാൻ 46,44,000 രൂപ കോർപ്പറേഷൻ റെയിൽവേയിൽ അടച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഫോർ സ്മോൾ ആൻഡ് മീഡിയം ടൗൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1996 1.83 കോടി രൂപ വസ്തുവിനായി അനുവദിച്ചു. എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ 16.5 സെന്റ് സ്ഥലത്തിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായി. 16 സെന്റിന് പകരം 7 സെന്റ് മാത്രം സൗജന്യമായി നൽകാമെന്നായി. പക്ഷേ അത് നടപ്പായില്ല. ഇതോടെ നിലവിൽ കോർപ്പറേഷൻ കരമൊടുക്കുന്ന പദ്ധതി വക ഭൂമിയിലെത്താൻ വഴിയുമില്ലാത്ത അവസ്ഥയായി. 2020 മിനിറ്റ്സ് തിരുത്തൽ വിവാദമൊക്കെ ഇവിടെ വലിയ കോലാഹലം ഉണ്ടായിരുന്നല്ലോ. മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണല്ലോ. ദൃശ്യമാധ്യമങ്ങൾ, പ്രിന്റഡ് മീഡിയ എല്ലാം ചർച്ച ചെയ്തില്ലയോ? അന്ന് 48ഓളം വർക്കുകൾ ആൻറ്റിസിപ്പേറ്ററി കൊടുത്തില്ലയോ? വിവിധ വർക്കുകൾ. അതിൽ ഈ വർക്ക് ഉപേക്ഷിച്ചെന്തിനാ ഉപാസനയുടെ ഫ്രണ്ടിലെ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള കോർപ്പറേഷൻ ഭരണാധികാരികൾ എന്തുകൊണ്ടത് ചെയ്തില്ല? മിനിറ്റ്സ് അത് മാത്രം ഉപേക്ഷിച്ചെന്തിനാ? ഇത് വിജിലൻസ് എൻക്വയറി തന്നെ വേണം. ഏറ്റെടുത്ത ഭൂമി സംരക്ഷിക്കാനും കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. വസ്തുവിന് ഭൂനികുതിയും കേന്ദ്ര ഫണ്ടിന് പലിശയും കോർപ്പറേഷൻ ഇന്നും അടച്ചുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേക്ക് നൽകിയ ലക്ഷങ്ങൾ തിരിച്ചു കിട്ടിയിട്ടുമില്ല. 25 വർഷമായിട്ട് 2.25 കോടി രൂപയ്ക്ക് ഈ പട്ടണത്തിലെ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്ന് പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പലിശ കൊടുപ്പ് അവസാനിപ്പിക്കണം. കോർപ്പറേഷൻ്റെ രവി മുതലാളികളുടെ കയ്യിൽ നിന്ന് അക്വയർ ചെയ്ത സ്ഥലം, അനിരുദ്ധൻ്റെ കയ്യിൽ നിന്ന് അക്വയർ ചെയ്ത സ്ഥലം, ഈ കമലാക്ഷി അമ്മയുടെ കയ്യിൽ നിന്ന് അവർ സ്വയം കോർപ്പറേഷന് നൽകിയ റീ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത സ്ഥലം, ഇതെല്ലാം കോർപ്പറേഷൻ ഏറ്റെടുക്കുകയും ഈ കെട്ടിടം അനധികൃതമാണെങ്കിൽ അത് പൊളിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്കിത് പറയാനുള്ളത്. കൊല്ലത്തിന്റെ മുഖച്ഛായ തന്നെ മാറുന്ന പദ്ധതിയാണ് മാറി മാറി വന്ന ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഇല്ലാതായത്. പദ്ധതി അട്ടിമറിച്ച് അഴിമതിക്ക് കളമൊരുക്കിയത് നിലവിലെ ഇടത് കൗൺസിലർമാർ തന്നെയാണെന്ന് LDF നേതാക്കൾ ആരോപിച്ചു. 24 കൊല്ലം.
അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മരം ഒരു മാവുമുണ്ട്, ഒരു ആൽമരവും ഉണ്ട് അല്ലേ? അതെ. അപ്പോ ഇതിന്റെ ചുവട്ടിൽ അതിനാണോ പറയുന്നത്? ആൽമാവ്. അതെ. അപ്പൊ ഇവിടെ റേഡിയോ ഉണ്ട്. നമുക്ക് റേഡിയോയും ഒരു ഗൃഹാതുരത്വമാണ്. എപ്പോഴും നമ്മൾ പണ്ട് കേൾക്കാറുള്ള ആ ഒരു ശബ്ദം ഇന്ന് നമ്മൾ കേട്ടു. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. വാർത്തകൾ വായിക്കുന്നത് സുഷമ. യെസ്, മാവാണെങ്കിൽ പൂത്ത് കുഞ്ഞ് കണ്ണിമാകൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അതും നമുക്ക് പണ്ടത്തെ ഗ്രാമീണ ഓർമ്മകളാണ്. നമ്മൾ ഈ നഗരത്തിൽ താമസിക്കുന്നതുകൊണ്ട് ഇതൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നല്ല വിശേഷങ്ങളാണ്. എന്തായാലും നമ്മുടെ പ്രഭാതം ഇന്ന് നല്ല സന്തോഷകരമായ പ്രഭാതമാണ്. പക്ഷേ ഒരു പ്രതിഷേധ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. തൊഴിലിടങ്ങളിലെ ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ നിരാഹാര സമരവുമായി മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയനിലെ ഹെയർ സ്റ്റൈലിസ്റ്റ് അംഗങ്ങൾ. യൂണിയൻ ഓഫീസിന് മുന്നിലാണ് സമരം. സമരക്കാർക്ക് പിന്തുണയുമായി നിരവധി താരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയിട്ടുമുണ്ട്. വർഷങ്ങളായി സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ. യൂണിയൻ കാർഡുകൾ കിട്ടണമെങ്കിൽ വേണ്ടത് ഇരട്ടി തുക. ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ പലതവണ പരാതി നൽകി. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. പോലീസിൽ പരാതി നൽകിയാൽ കാർഡ് റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിയാണെന്നും എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്നും കാണിച്ച് കത്തയച്ചിട്ടും മറുപടി ലഭിച്ചില്ല. ഇതിനെതിരെ നടപടി ഉണ്ടാകണമെന്നും ചൂഷണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. നിങ്ങൾ നോക്കണം, ഇവിടെ എന്താണ് നടക്കുന്നത്? തൊഴിൽ മന്ത്രിക്ക് ഞങ്ങൾ നേരിട്ട് പോയിട്ട് നിവേദനം വെച്ചു. അദ്ദേഹം ഇതിൽ ഇടപെടാമെന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും നാളായിട്ട് ഇടപെട്ടിട്ടില്ല. ഒന്നതിൽ അപ്പുറം സഹിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ആത്മഹത്യയുടെ വക്കീലാണ്. കടബാധ്യത വന്ന് അത്രയും നശിച്ച് നാറാണക്കല്ലായിട്ടാണ് ഞങ്ങളിവിടെ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് തൊഴിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ മേടിച്ച് ഞങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി വരുന്ന തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പൈസ നിങ്ങളിവിടെ കൊടുക്കുമ്പോൾ നിങ്ങളെ തൊഴിലും നിങ്ങളുടെ സുരക്ഷിതത്വവും നിങ്ങൾ ഉറപ്പുവരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സീനിയർ മേക്കപ്പ് ആർട്ടിസ്റ്റിനെതിരെ മോശമായി പെരുമാറിയെന്ന് കാണിച്ച് പരാതി നൽകിയിട്ടും സംഘടനയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ലെന്നും പരാതിയിലുണ്ട്. ഇതിനോടകം തന്നെ നിരവധി താരങ്ങളാണ് പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയത്. 24 കൊച്ചി. അപ്പോൾ ഇവിടെ ഈ വരുന്ന ഏപ്രിൽ 6 മുതൽ 12 വരെ ഒരു തിരുവൈരാണിക്കുളം ഫെസ്റ്റ് നടക്കുന്നുണ്ട്. എഡിഷൻ 2 ആണ് നടക്കുന്നത്. അപ്പോൾ അതിൽ ഇവിടെ സമീപത്തൊക്കെ ഉള്ളവർ വരിക, പങ്കെടുക്കുക. ഇനി നമ്മൾ പോകുന്നത് കായിക വാർത്തകളിലേക്ക്. അപ്പോൾ ISL-ൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ FC-യെ നേരിടും. രാത്രി 7:30 എവിടെയാണ് മത്സരം? ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. പ്ലേ ഓഫിലെത്താൻ ചെന്നൈയിൻ FC-ക്കും വിജയം അനിവാര്യമാണ്. ISL ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങളിൽ എന്നും മുൻപന്തിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ മത്സരങ്ങൾ. എന്നാൽ ഈ സീസൺ ആകെ എടുത്താൽ ഇരു ടീമുകളുടെയും അവസ്ഥ പരിതാപകരം. 18 കളികളിൽ നിന്നും 21 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 8-മതും അത്ര തന്നെ മത്സരങ്ങളിൽ നിന്ന് 18 പോയിന്റുള്ള ചെന്നൈയിൻ 10-മതുമാണ്. ഇരു ടീമുകളിലെയും മിക്ക താരങ്ങളുടെയും പ്രകടനം ശരാശരിയിലും താഴെ. ഏത് നിമിഷവും ഗോൾ വഴങ്ങുന്ന പ്രകൃതമാണ് രണ്ടു ടീമുകൾക്കും. മധ്യനിരയിൽ ചെന്നൈയിനാണ് മികച്ചതെങ്കിൽ മുന്നേറ്റ നിരയിൽ ബ്ലാസ്റ്റേഴ്സിനാകും കൂടുതൽ മാർക്ക്. ഇരു ടീമുകളും കൊച്ചിയിൽ ഏറ്റുമുട്ടിയപ്പോൾ എതിരില്ലാത്ത 3 ഗോളിന് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നു. ലൂണയും ഹിമിനയും നോഹയും പെപ്രയും ഒക്കെ ഒത്തുപിടിച്ചാൽ ചെന്നൈയിലും വിജയക്കൊടി നാട്ടാം. സീസൺ ഇടവേളയ്ക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് പ്രകടനം അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ആരാധകർ തടിച്ചുകൂടില്ലെങ്കിലും ചെന്നൈയിൽ ഇത്തവണത്തെ കൂടുതൽ കാണികളുടെ റെക്കോർഡ് ഇന്ന് കുറിക്കപ്പെടും. ഇടഞ്ഞു നിൽക്കുന്ന ആരാധകരെ അല്പമെങ്കിലും ഒന്ന് തണുപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ചെന്നൈയിൽ വലിയ വിജയം വേണം. ഇനി അതിന് കഴിഞ്ഞില്ല എങ്കിൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏതാണ്ട് പൂട്ടിക്കെട്ടാം. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.